സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അഥവാ SQL ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസ്ഡ് വീഡിയോ ആണ് അവതരിപ്പിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. SQL stands for dash structured query language. List various types of commands in SQL. SQL കമാൻഡുകളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. DDL ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DML ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, DCL ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. അതിൽ നമുക്ക് DDLലേക്ക് വരാം. DDL കമാൻഡ്സ് ഡീൽസ് വിത്ത് ദ സ്കീമ ഓഫ് ദ റിലേഷൻസ്. സ്കീമ നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡെഫിനിഷൻ ഓർ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡാറ്റാബേസ് ഇൻ എ ലെവൽ. അതിൻ്റെ സ്കീമയുമായി ബന്ധപ്പെട്ട കമാൻഡുകളാണ് DDL കമാൻഡ്സ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് എ ന്യൂ സ്കീമ ഓർ റിലേഷൻ. ഒരു പുതിയ സ്കീമ അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടാക്കാൻ, ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ്. അതുപോലെ ചേഞ്ച് ദ സ്കീമ ഓർ റിമൂവ് ദ സ്കീമ. ഒരു സ്കീമ നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് വരുത്താം. മൂന്ന് പ്രധാനപ്പെട്ട കമാൻഡുകളാണുള്ളത്. ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്. CAD എന്ന് ഓർത്ത് വയ്ക്കാം. CAD ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്. രണ്ടാമത്തത് DML ആണ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. DML provides commands for adding, deleting, viewing or updating data in rows. ഒരു ടേബിളിലെ റോസിൽ ഡാറ്റ ആഡ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, വ്യൂ ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കുന്ന കമാൻഡുകളാണ്. അതിൽ 4 കമാൻഡുകളാണുള്ളത്. 1 സെലക്ട്, 2 അപ്ഡേറ്റ്, 3 ഡിലീറ്റ്, 4 ഇൻസർട്ട്. ഓരോ കമാൻഡിൻ്റെ ആദ്യത്തെ അക്ഷരം എടുത്താൽ, അപ്പോൾ സെലക്റ്റിൻ്റെ S, അപ്ഡേറ്റിൻ്റെ U, ഡിലീറ്റിൻ്റെ D, അതുപോലെ ഇൻസേർട്ടിൻ്റെ I. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒക്കെ പേര് പോലെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ. സുധി എന്ന് പറഞ്ഞൊരു, അങ്ങനെ പരീക്ഷയ്ക്ക് എഴുതി കളയരുത്, ഓർക്കാൻ ഹിൻ്റായിട്ട് ഓർക്കാൻ വേണ്ടി പറയാണ്. SUDI സുധി കമാൻഡ്സ്. സെലക്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇൻസർട്ട്. ദെൻ DCL ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. DCL commands are used to control access to the data in the database. ഡാറ്റാബേസിലെ ഡാറ്റ ഏതെല്ലാം യൂസർ ഉപയോഗിക്കണം, ഉപയോഗിക്കേണ്ട, എന്തൊക്കെ പെർമിഷൻ അവർക്ക് കൊടുക്കേണ്ടത്, അതൊക്കെ ഡിസൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡുകളാണ് DCL കമാൻഡ്സ്. 2 കമാൻഡ്സ് ആണുള്ളത്. ഒന്ന് ഗ്രാൻഡ്, മറ്റൊന്ന് റിവോക്ക്. ഗ്രാൻഡ് ഈസ് യൂസ്ഡ് ടു അലോ എ പ്രിവിലേജ് ടു എ യൂസർ. ഒരു യൂസർക്ക് ഒരു പ്രിവിലേജ് കൊടുക്കുക, ഇൻസർട്ട് ചെയ്യാനുള്ള പ്രിവിലേജ് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് കൊടുക്കുക. ഇനി നമുക്കത് കൊടുക്കേണ്ടത് എടുത്ത് ഒഴിവാക്കണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റിവോക്ക് ചെയ്യാം. ഇറ്റ് ഈസ് ടു വിത്ഡ്രോ എ പ്രിവിലേജ് ഫ്രം എ യൂസർ. ഈ 2 കമാൻഡ് ഇത്ര മാത്രം പഠിച്ചാൽ മതി, ഗ്രാൻഡും റിവോക്കും. അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. പലപ്പോഴും ഇത് ചോദിക്കുന്ന DCL കമാൻഡുകളുടെ പേരുകൾ എഴുതാനായിരിക്കും പലപ്പോഴും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 2 കമാൻഡ്, ഒന്ന് ഗ്രാൻഡ്, രണ്ടാമത്തേത് റിവോക്ക്. ബാക്കി ഈ 7 കമാൻഡുകളാണ് SQL നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളത്. DDLും DMLുമായ 7 കമാൻഡുകൾ. Which DML command is used to add a row in a table? ഒരു ടേബിളിലേക്ക് ഒരു റോ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന DML കമാൻഡ് ഇൻസർട്ട് കമാൻഡാണ്. റോ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഡിലീറ്റ് കമാൻഡാണ്. വ്യൂ ചെയ്യാനാണെങ്കിൽ സെലക്ട് കമാൻഡാണ്. ചേഞ്ച് ചെയ്യാനാണെങ്കിൽ അപ്ഡേറ്റ് കമാൻഡാണ്. വാട്ട് ആർ ദ 4 DML കമാൻഡ്സ് ഇൻ SQL? 1 സെലക്ട്, 2 അപ്ഡേറ്റ്, 3 ഡിലീറ്റ്, ഇൻസർട്ട്. റിമെമ്പർ സുധി. സെലക്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇൻസർട്ട്. നെയിം ദ DCL കമാൻഡ്സ്. DCL കമാൻഡ്സ് ഗ്രാൻഡ്, അതുപോലെ റിവോക്ക്. ഫൈൻഡ് ഔട്ട് DCL കമാൻഡ് ഫ്രം ദ ഫോളോവിങ്. ഇതിലെ DCL കമാൻഡ് ഏതാണ്? അതെ, നിങ്ങൾ ഊഹിക്കുന്നത് തന്നെ ഗ്രാൻഡ് ആണ് ആൻസർ. DCL കമാൻഡ്. റൈറ്റ് 3 റൂൾസ് ഫോർ നെയിമിങ് എ ടേബിൾ ഇൻ SQL. SQL ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില റൂൾസ് ആണ്. 3 എഴുതിയാൽ മതി, പക്ഷേ ഞാൻ എല്ലാ റൂൾസും പറഞ്ഞിട്ടുണ്ട്. ദ നെയിം മേ കണ്ടെയ്ൻ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ ആൻഡ് ഡോളർ. ഇത്രയും സിമ്പിളുകളാണ് ഒരു നെയിമിനകത്ത് വരാൻ പറ്റുക. A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ, 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ, അണ്ടർസ്കോർ, ഡോളർ. ദ നെയിം മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ക്യാരക്ടർ അതർ ദാൻ ഡിജിറ്റ്. ഡിജിറ്റിൻ്റെ പുറമെ ഏതെങ്കിലും, ഡിജിറ്റിൻ്റെ പുറമെ എന്നല്ല, ഡിജിറ്റ് അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ക്യാരക്ടർ നിർബന്ധമാണ്. മുഴുവൻ ഡിജിറ്റ് മാത്രമായിക്കൊണ്ട് പേര് പാടില്ല. ദ നെയിം മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസസ്. വൈറ്റ് സ്പേസ് വരാൻ പാടില്ല. ടാബ്, സാധാരണ സ്പേസുകളൊന്നും പേരിൽ വരരുത്. ദ നെയിം മസ്റ്റ് നോട്ട് ബി SQL കീവേഡ്. നമ്മൾ ഉണ്ടാക്കുന്ന പേര് ഒരിക്കലും ഒരു SQL കീവേഡ് ആവാൻ പാടില്ല. ദ നെയിം ഷുഡ് ബി യുണീക്ക് ഇൻ ദ ഗിവൺ ഡാറ്റാബേസ്. അതായത് ഒരു ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ ഒരേ പേരിൽ 2 ടേബിൾ ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്നിട്ട് ഞാൻ ഓൾറെഡി ഒരു ടേബിൾ ഉണ്ടാക്കി, വീണ്ടും സ്റ്റുഡൻറ്റ് എന്നുള്ള പേര് സ്വീകാര്യമല്ല, അത് ഇല്ലീഗലാണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കില്ല. ദെൻ എക്സ്പ്ലെയിൻ വേരിയസ് ഡാറ്റ ടൈപ്സ് ഇൻ SQL. SQLിലെ ഡാറ്റ ടൈപ്പുകളെ കുറിച്ചാണ് ചോദ്യം. SQL ഡാറ്റ ടൈപ്പുകളെ പ്രധാനമായിട്ടും നമുക്ക് 3 ആയി തരംതിരിക്കാം.
മൂന്നായി തരംതിരിക്കാം. ഒന്ന് ന്യൂമറിക് ഡാറ്റ ടൈപ്പ്, 2 സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ്, 3 ഡേറ്റ് ആൻഡ് ടൈം ടൈപ്പ്. മൂന്നായിട്ട് നമുക്ക് പ്രധാനമായിട്ട് തരംതിരിക്കാം. അതിൽ ന്യൂമറിക് നോക്കാം. ന്യൂമറിക് ഇൻക്ലൂഡ്സ് INT ഓർ ഇൻറ്റീജർ. അതിൽ ആദ്യത്തെയാണ് INT അല്ലെങ്കിൽ ഇൻറ്റീജർ. INT എന്ന് ഉപയോഗിക്കാം, ഇൻറ്റീജർ എന്ന് ഉപയോഗിക്കാം. ഇറ്റ്സ് എ ഡാറ്റ ഐറ്റം വിത്ത് പോസിറ്റീവ് 0 ഓർ നെഗറ്റീവ് വാല്യൂസ് ആൻഡ് വിത്തൗട്ട് എ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻസ് ഇല്ലാത്ത ചില വാല്യൂസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏജ് INT, ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. മാർക്ക് ഇൻറ്റീജർ, INT എന്ന് ആവാം. DEC ഓർ ഡെസിമൽ, അത് ഫ്രാക്ഷൻസ് ഉള്ള വാല്യൂസിനാണ് DEC അല്ലെങ്കിൽ ഡെസിമൽ ഉപയോഗിക്കുക. ഇറ്റ്സ് എ നമ്പർ വിത്ത് ഫ്രാക്ഷൻ പാർട്ട്. ഇറ്റ്സ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഡെസിമൽ ബ്രാക്കറ്റിൽ സൈസ് D. സൈസ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആൻഡ് D ഈസ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് റേറ്റ് DEC 10,2 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം റേറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു വാല്യൂവിൽ മാക്സിമം 10 ഡിജിറ്റ് ഉണ്ടാവാം. ആ 10 ഡിജിറ്റിൽ 2 എണ്ണം പോയിന്റിന് ശേഷമാണ്, അപ്പോൾ 8 എണ്ണം പോയിന്റിന് മുന്നേ. പെർസെൻറ്റ് ഡെസിമൽ 5,2, പോയിന്റിന് മുന്നേ 3 ഡിജിറ്റ്, പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്, അങ്ങനെയല്ല കൊടുക്കുന്നത്. പോയിന്റിന് മുമ്പേ ശേഷം കൂടിയുള്ള ടോട്ടൽ ഡിജിറ്റ്സ് ആദ്യവും പോയിന്റിന് ശേഷത്തെ ഡിജിറ്റ്സും, അങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ 2 എണ്ണമാണ്. ഒന്ന് INT ഓർ ഇൻറ്റീജർ, 2 DEC ഓർ ഡെസിമൽ. ഇത് കൂടാതെ വേറെ ഫ്ലോട്ടും സ്മോൾ ഇൻറ്റും ബിഗ് ഇൻറ്റും ഒക്കെ ഉണ്ട്. അത്ര ലെവലിലേക്ക് ഞാൻ കടക്കുന്നില്ല. രണ്ടാമത്തെ സ്ട്രിംഗ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡാറ്റ ടൈപ്പാണ്. പേരുകൾ, അഡ്രസ്സുകൾ ഇതൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിലാണ് നമ്മൾ സ്ട്രിംഗ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാരക്ടർ ഓർ കാർ ഓർ ക്യാരക്ടർ. ഇറ്റ്സ് എ ഫിക്സഡ് ലെങ്ത് ക്യാരക്ടർസ് ഡാറ്റ ടൈപ്പ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിക്സഡ് ലെങ്ത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോർമാറ്റ് ക്യാരക്ടർ ഓഫ് n, ഇങ്ങനെയാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ക്യാരക്ടർ ഓഫ് n, ക്യാരക്ടർ ഓഫ് n രണ്ടും ഉപയോഗിക്കാം. വേർ n ഈസ് ദ നമ്പർ ഫ്രം 1 to 255. ഇവിടെ n-ൻ്റെ നമ്പർ 1 മുതൽ 255 വരെ ആവാം. ദ ഡിഫോൾട്ട് സൈസ് ഈസ് 1 ആൻഡ് ഇറ്റ് നീഡ് നോട്ട് ബി മെൻഷൻ. സൈസ് 1 ആണെങ്കിൽ നമ്മളത് ബ്രാക്കറ്റിൽ 1 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഉദാഹരണത്തിന് ലാംഗ് ക്യാരക്ടർ ഓഫ് 10, നമുക്കൊരു ലാംഗ്വേജ് സ്റ്റോർ ചെയ്യാനാണ്. ലാംഗ് ക്യാരക്ടർ ഓഫ് 10, 10 അക്ഷരം വരെയുള്ള ലാംഗ്വേജ് സ്റ്റോർ ചെയ്യാം. ജെൻഡർ ക്യാരക്ടർ ഓഫ് 1 എന്നാവാം, അല്ലെങ്കിൽ ജെൻഡർ കാർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, രണ്ടും ഓക്കെയാണ്. ഈ കാർ എന്നുള്ള സ്ഥാനത്തൊക്കെ വേണമെങ്കിൽ ക്യാരക്ടറിന് ഉപയോഗിക്കാം കേട്ടോ. രണ്ടാമത്തത് വേർ കാർ ബ്രാക്കറ്റിൽ സൈസ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ വേരിയബിൾ ലെങ്ത് സ്ട്രിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് അവിടെ ഫിക്സഡ് ലെങ്ത് സ്ട്രിംഗ് ആണ് ക്യാരക്ടർ, ഇത് വേരിയബിൾ ലെങ്ത് സ്ട്രിംഗ് ആണ്. അതിൻ്റെ വ്യത്യാസം സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ദെൻ ദ സൈസ് ക്യാൻ ഗോ അപ് ടു 65,535. അതാണ് മറ്റേ വ്യത്യാസം. ഇവിടെ സൈസ് മാക്സിമം 255 ഉള്ള ക്യാരക്ടറിൽ ഇവിടെ 65,535 അതന്നെ SQL വെർഷൻസിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഒരു സ്റ്റാൻഡേർഡ് ഫോമിലുള്ളതാണ് 65,535 എന്ന് പറഞ്ഞത്. ഇറ്റ് സേവ്സ് മെമ്മറി ബിക്കോസ് ഇറ്റ് ഡിഡ് നോട്ട് ആഡ് സ്പേസസ് അറ്റ് ദ എൻഡ് ഓഫ് എ സ്ട്രിംഗ് വാല്യൂ. ഇത് ഫിക്സഡ് ലെങ്ത് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മെമ്മറി സേവ് ചെയ്യും. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡാറ്റ ഐറ്റംസ് ലൈക്ക് നെയിം, അഡ്രസ് എക്സെട്ര. അതിൻ്റെ പ്രത്യേകത എന്താ? നെയിം, അഡ്രസ്സൊക്കെ വേരിയബിൾ ലെങ്ത് ഡാറ്റ വാല്യൂസ് ആണ്. എല്ലാവരുടെ പേരിലും ഒരേ നമ്പർ ഓഫ് അക്ഷരങ്ങളല്ല ഉണ്ടാവുക, അക്ഷരങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. അതുപോലെ അഡ്രസ്സ്, സ്ഥലം, ഇങ്ങനത്തെ ഒക്കെ ഫിക്സഡ് ആയിട്ടുള്ള സ്ട്രിങ്ങുകളല്ല. ദെൻ രണ്ട് എക്സാമ്പിൾസ് പറയുന്നത് നെയിം വേർ ക്യാരക്ടർ ഓഫ് 25, അഡ്രസ് വേർ കാർ ഓഫ് 80. ദെൻ ഡേറ്റ് ആൻഡ് ടൈം ടൈപ്പ്, ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. ഡേറ്റ് അല്ലെങ്കിൽ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഡേറ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ റിലേറ്റഡ് ടു ഡേറ്റ് വാല്യൂസ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ഡേറ്റ് ഓഫ് ബർത്ത് എക്സെട്ര. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഫോർ എൻ്ററിങ് ഡേറ്റ് വാല്യൂസ് ആർ YYYY ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഉദാഹരണത്തിന് May 23, 2020 ആ ഡേറ്റാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്: 2020-05-23. ഇതാണ് May 23, 2020 എന്ന് പറയുന്ന ഡേറ്റ്. ആ രൂപത്തിലാണ് വാല്യൂസ് എൻ്റർ ചെയ്യേണ്ടത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ DOB ഡേറ്റ്, ജോയിനിങ് ഡേറ്റ്. ദെൻ ടൈം. As the name implies, it represents time-related values such as time entering a factory, total time of work, etc. ഫാക്ടറിയിൽ പ്രവേശിച്ച സമയം, ആകെ പ്രവർത്തിച്ച സമയം. ഇത് 2 രൂപത്തിലെടുക്കാമെന്ന് ഒരു സമയം എന്നുള്ള അർത്ഥത്തിൽ പറയാം. അപ്പോൾ 10 മണിക്ക് തുടങ്ങുന്നത്, 8 മണിക്ക് തുടങ്ങുന്നത്, അല്ലെങ്കിൽ 7 മണിക്ക് എൻ്റർ ചെയ്തു, 10 മണിക്ക് പോകുന്നു, അങ്ങനെയൊക്കെ ആകാം. അല്ലെങ്കിൽ നമ്മൾ ഇത്ര സമയം വർക്ക് ചെയ്തു. ഒരു ഉദാഹരണത്തിന് ഒരാളൊരു വർക്ക് കൊടുത്തു, അപ്പോൾ അയാൾ 5 മണിക്കൂർ 35 മിനിറ്റ് 40 സെക്കൻഡ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തു. അതും അങ്ങനത്തെ ടോട്ടൽ ടൈം ഓഫ് വർക്ക് സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയം വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസാണ് എൻട്രി ടൈം, എക്സിറ്റ് ടൈം വർക്ക്ഡ് ടൈം. ഇങ്ങനെയൊക്കെയുള്ള ഡാറ്റ ടൈപ്പുകളാണ് പ്രധാനപ്പെട്ടത് SQL നമുക്ക് ഉപയോഗിക്കാനുള്ളത്. 3 കാറ്റഗറിയിൽ: ന്യൂമറിക്, സ്ട്രിംഗ്, ഡേറ്റ് ടൈം ടൈപ്സ്. Write an SQL command to create a table named student with the fields roll number integer, name worker of 20, batch character worker of 15, mark integer, grade character of 3. ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്.
ഇതേപോലെ ശ്രദ്ധിച്ചാൽ മതി. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ക്രിയേറ്റ് ടേബിൾ. അത് കഴിഞ്ഞ് ടേബിളിൻ്റെ പേര് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സ്റ്റുഡൻ്റ് എന്ന്, അപ്പോൾ ആ പേരിനോട് കൊടുത്തു ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്, ദെൻ സ്റ്റാർട്ട് ബ്രാക്കറ്റ്. ഇനി ഓരോ ഫീൽഡുകൾ, റോൾ നമ്പർ ഇൻറ്റീജറാണ്, അപ്പോൾ INT, നമ്മുടെ SQL ഉപയോഗിക്കുന്ന INT എന്നാണ്. നെയിം, വർക്കർ ഓഫ് 50 ഒക്കെ ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. അത് നേരെ എടുത്ത് എഴുതിയാൽ നമ്മളിവിടെ കോമ ഇടാണ്ടെന്ന് മാത്രം. ഓരോ ഫീൽഡ് കഴിഞ്ഞിട്ട് കോമ ഇടാനുണ്ട്. എക്സെപ്റ്റ് ഫോർ ദ ലാസ്റ്റ് ഫീൽഡ്. ബാച്ച്, വർക്കർ ഓഫ് 15, മാർക്ക് ഇൻറ്റീജർ, ഗ്രേഡ്, ക്യാരക്ടർ ഓഫ് 3. അത് കഴിഞ്ഞ് കോമല്ല, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു സെമിക്കോളം കൊടുക്കുക. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡായി. ഓക്കെ, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. Then explain any 3 situations to modify the structure of a table with the help of alter command in SQL. നമ്മളിപ്പോൾ ഒരു ടേബിൾ ഉണ്ടാക്കി, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഒരു ടേബിൾ ഉണ്ടാക്കി, സ്റ്റുഡൻറ്റ് ടേബിൾ. അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കമാൻഡാണ് ആൾട്ടർ കമാൻഡ്. അപ്പോൾ ആൾട്ടർ ടേബിൾ കമാൻഡ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെ നോക്കാം. ഒന്ന്, ടു ആഡ് എ ന്യൂ ഫീൽഡ്, ഒരു പുതിയ ഫീൽഡ് ആഡ് ചെയ്യാൻ. നമ്മളൊരു ടേബിൾ ഉണ്ടാക്കി, അതിലേക്ക് ഒരു പുതിയ ഫീൽഡ് ആഡ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ടേബിളിലേക്ക് ഇമെയിൽ ID എന്ന് പറഞ്ഞ ഫീൽഡ് ആഡ് ചെയ്യണം. അതാണ് കമാൻഡ്. ആൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ആഡ് ഇമെയിൽ ID വർക്കർ ഓഫ് 15. ആൾട്ടർ ടേബിൾ ആഡ്, ടേബിളിൻ്റെ പേര് ആഡ്, ഇതാണ് ഒരു ക്ലോസ് ആഡ്. ഈ രണ്ടാമത്തത്, ടു ചേഞ്ച് ഡെഫിനിഷൻ ഓഫ് എ ഫീൽഡ്. ഇമെയിൽ ID ഇപ്പോൾ നമ്മുടെ ക്യാരക്ടർ 50 കൊടുത്തുള്ളൂ, നമുക്കത് 100 ആക്കണം. ഓക്കെ, ആൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് മോഡിഫൈ, ആഡിന് പകരം മോഡിഫൈ എന്ന് പറഞ്ഞ ടൈം ഉപയോഗിക്കുക. ആ ഫീൽഡിനെ റീഡിഫൈൻ ചെയ്യുക, ഇമെയിൽ ID വർക്കർ ഓഫ് 100. ഇനി ഒരു ഫീൽഡ് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിനെ റിമൂവ് ചെയ്യാം. ടു റിമൂവ് എ ഫീൽഡ് ഫ്രം എ ടേബിൾ, ആൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ്, ആ ടേബിളിൻ്റെ പേര്, ഡ്രോപ്പ് ആ ഫീൽഡിൻ്റെ പേര്. ഓക്കെ, ആ ഫീൽഡിനെ നമ്മൾ റിമൂവ് ചെയ്തു. ദെൻ ഒരു ടേബിളിൻ്റെ പേര് മാറ്റാം. ആൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് റീനെയിം ടു കാൻഡിഡേറ്റ്. സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൻ്റെ പേര് ഇനി മുതൽ കാൻഡിഡേറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ ഇങ്ങനെ 4 ആവശ്യങ്ങൾക്കാണ് നമ്മൾ ആൾട്ടർ ടേബിൾ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഒരു പുതിയ ഫീൽഡ് ആഡ് ചെയ്യാൻ, നിലവിലെ ഫീൽഡിൻ്റെ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യാൻ, ഒരു ഫീൽഡ് റിമൂവ് ചെയ്യാൻ, ടേബിളിൻ്റെ പേര് മാറ്റാൻ. അതിൽ ഏതെങ്കിലും 3 ഈ ചോദ്യത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു ചേഞ്ച് ദ സ്ട്രക്ചർ ഓഫ് എ ടേബിൾ യൂസിങ് ആൾട്ടർ ടേബിൾ കമാൻഡ് ഇൻ SQL. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, 4 കാര്യങ്ങളാണ്. ഒന്ന്, പറഞ്ഞ സമയം കളയുന്നില്ല, സെയിം ആൻസർ തന്നെയാണ്, ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലാണെന്നുള്ളൂ. പുതിയ ഫീൽഡ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫീൽഡ് ചേഞ്ച് ചെയ്യുക, ഫീൽഡ് റിമൂവ് ചെയ്യുക, ടേബിളിൻ്റെ പേര് മാറ്റുക. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൻ്റെ അതേ ആൻസേഴ്സ് തന്നെയാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ചോദ്യം മറ്റൊരു രീതിയിലായി എന്ന് മാത്രം. Alter command is used in SQL to change the structure of a table. Explain any 3 clauses used with the alter table command. ഏതെങ്കിലും 3 ക്ലോസുകൾ. ആഡ് ക്ലോസ് ഉപയോഗിക്കുന്നുണ്ട്, യൂസ്ഡ് ടു ആഡ് എ ന്യൂ ഫീൽഡ് ഇൻ ടു ദ ടേബിൾ. ഡ്രോപ്പ് ക്ലോസ് ഉപയോഗിക്കുന്നുണ്ട്, റിമൂവ് എ ഫീൽഡ്. മോഡിഫൈ ക്ലോസ് ഉപയോഗിക്കുന്നുണ്ട്, ചേഞ്ച് ഡെഫിനിഷൻ ഓഫ് എ ഫീൽഡ്. റീനെയിം ടു എന്ന് പറയുന്ന ക്ലോസ് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ. ആ ക്ലോസുകളെ മറ്റും മാത്രം ചോദിച്ചിട്ടുണ്ട്, വേറെ എക്സാമ്പിൾസ് ഒന്നും പറഞ്ഞിട്ടില്ല. ദെൻ റൈറ്റ് SQL കമാൻഡ്സ് ഫോർ ദ ഫോളോവിങ്. ഇനി പറയുന്ന ആവശ്യങ്ങൾക്കുള്ള SQL കമാൻഡ്. ഇത് ഇത്രയും പറയാൻ കാരണം ആൾട്ടർ ടേബിൾ കമാൻഡ് വെച്ചിട്ടുള്ള ഒരു ചോദ്യം എല്ലാ പരീക്ഷയിലും സാധാരണ കാണാറുണ്ട്. ടു റിമൂവ് എ കോളം ഫ്രം എ ടേബിൾ, ടു റിമൂവ് എ റോ ഫ്രം എ ടേബിൾ, ടു മോഡിഫൈ ഡാറ്റ ഇൻ എ ടേബിൾ. 3 കാര്യങ്ങളാണ്, 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസുകളാണ്. നോക്കാം. ആൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ഡ്രോപ്ഡ് അഡ്രസ്, ഒരു ഫീൽഡ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ്. ഒരു ഫീൽഡ് റിമൂവ് ചെയ്യാനാണ്. രണ്ടാമത്തത് ടേബിളിലെ ഡാറ്റ റിമൂവ് ചെയ്യാനാണ്. ഡാറ്റ റിമൂവ് ചെയ്യണമെങ്കിൽ ഡെലീറ്റ് കമാൻഡാണ് ഉപയോഗിക്കേണ്ടത്. ഡിലീറ്റ് ഫ്രം ആ ടേബിളിൻ്റെ പേര്. വേർ റോൾ നമ്പർ ഈസ് ഈക്വൽ ടു 1. വേർ റോൾ നമ്പർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ റോൾ നമ്പർ എന്ന് പറയുന്ന ഫീൽഡിൻ്റെ വാല്യൂ 1 ആയിട്ടുള്ള റെക്കോർഡ് മാത്രമേ ഡിലീറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ കണ്ടീഷൻ ഇല്ലാതെ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്താൽ ആ ടേബിളിലുള്ള മുഴുവൻ റെക്കോർഡ്സും ഡിലീറ്റ് ചെയ്യും. അടുത്തത് മോഡിഫൈ ഡാറ്റ ഇൻ എ ടേബിൾ. നമുക്ക് സ്റ്റുഡൻറ്റ് മാർക്ക് എങ്ങനെ 2 കൂട്ടാൻ നോക്കാം. മാർക്ക് ഈസ് ഈക്വൽ ടു മാർക്ക് +2. എങ്ങനെ ചെയ്തിരിക്കണം നോക്കാം. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സെറ്റ് മാർക്ക് ഈസ് ഈക്വൽ ടു മാർക്ക് +2. നമുക്ക് മാർക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്. മാർക്ക് ഈസ് ഈക്വൽ ടു മാർക്ക് +2. ഇപ്പോൾ ഉള്ള മാർക്കിൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം. വേർ കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും മാർക്ക് 2 വെച്ച് കൂട്ടും. 70-ൽ താഴെ മാർക്കുള്ളവർക്ക് മാത്രം ഇത് ചെയ്താൽ മതി. അപ്പോൾ 71 മാർക്കുള്ള 70 മാർക്കുള്ളവർക്കൊന്നും 2 മാർക്ക് കൂടില്ല. 70-ൽ താഴെ മാർക്കുള്ളവരുടെയൊക്കെ മാർക്ക് 2 വെച്ച് കൂടും. ദെൻ കൺസിഡർ ദ ഫോളോവിങ് ടേബിൾ കസ്റ്റമർ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഒരു വലിയ ടേബിൾ ഉണ്ട്. അക്കൗണ്ട് നമ്പർ, നെയിം, ബ്രാഞ്ച്, എമൗണ്ട്, 1001 അപ്പോൾ കാലിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 5 റെക്കോർഡ്സ് ഉള്ള ഒരു ടേബിൾ ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. റൈറ്റ് ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോവിങ് SQL ക്വയറീസ്. ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എഴുതാനാണ്. സെലക്ട് നെയിം ഫ്രം കസ്റ്റമർ വേർ എമൗണ്ട് ഗ്രേറ്റർ ദാൻ 20,000. നമ്മൾ നോക്കുക, ഈ കോളത്തിൽ എമൗണ്ടിൻ്റെ കോളത്തിൽ 20,000-ൻ്റെ മുകളിലുള്ള റെക്കോർഡ്സ് മാത്രമാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ 2 ഉള്ളൂ, ഒന്ന് ഈ റെക്കോർഡും പിന്നെ ഒന്ന് ഈ റെക്കോർഡും. അതൊരു നെയിമാണ്. അപ്പോൾ അപ്പു അതേപോലെ തരുൺ, അതാണ് അതിൻ്റെ ആൻസർ വരിക. അപ്പു അത് തരുൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ അപ്പു ആൻഡ് തരുൺ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ബി, സെലക്ട് AVG ഓഫ് എമൗണ്ട് ഫ്രം കസ്റ്റമർ വേർ ബ്രാഞ്ച് ഈസ് ഈക്വൽ ടു കാലിക്കറ്റ്. ഇവിടെ ഒരു കോഴ്സ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ എല്ലാ കോഴ്സ് വരേണ്ടത് ഇവിടെയാണ്. ഇവിടെ കസ്റ്റമർക്കല്ല, ഇവിടെ പകരം
കോഡ്സ് ആണ് വരേണ്ടത്. ഓക്കെ, സെലക്ട് AVG ഓഫ് എമൗണ്ട് ഫ്രം കസ്റ്റമർ വേർ ബ്രാഞ്ച് ഈസ് ഈക്വൽ ടു കാലിക്കറ്റ്. അപ്പം കാലിക്കറ്റ് ബ്രാഞ്ചിലുള്ള ആളുകളുടെ ആവറേജ് എമൗണ്ട് ആണ് വേണ്ടത്. അപ്പോൾ കാലിക്കറ്റ് ബ്രാഞ്ചിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരു റെക്കോർഡുണ്ട്, കാലിക്കറ്റ് ബ്രാഞ്ചിൽ 40,000 രൂപയുണ്ട്, ഇവിടെ റെക്കോർഡുണ്ട് 50,000 രൂപയുണ്ട്. അപ്പോൾ 2 റെക്കോർഡ്സ് ഉള്ളത്. 10,000ൻ്റെ ആവറേജ് 25,000 ആണ്. നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരുന്ന ആവറേജ് ഓഫ് എമൗണ്ട് 25,000. മൂന്നാമത്തെ കയറി നോക്കാം. സെലക്ട് നെയിം ഫ്രം കസ്റ്റമർ വേർ നെയിം ലൈക്ക് എ പ്രസൻറ്റ്. ഈ ലൈക്ക് എന്ന് പറയുന്ന ഓപ്പറേറ്റർ പാറ്റേൺ മാച്ചിങ് എന്ന് പറയും. എയിൽ തുടങ്ങുന്ന പേരുകളാണ് ഡിസ്പ്ലേ ചെയ്യുക. ഈ ടേബിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എയിൽ തുടങ്ങുന്ന 2 പേരുകളുള്ളത്. ഒന്ന് അപ്പു, വേറൊന്ന് അരുൺ. സോ ആൻസർ ഈസ് അപ്പു ആൻഡ് അരുൺ. ഇനി റൈറ്റ് ക്വറീസ് ഫോർ ദ ഫോളോവിങ്. ടു റീനെയിം ദ ടേബിൾ കസ്റ്റമർ ടു കസ്റ്റമർ 2020. ആൾട്ടർ ടേബിൾ കസ്റ്റമർ റീനെയിം ടു കസ്റ്റമർ 2020. To delete record with account number 1003 from the table customer 2020. Delete from customer 2020. നേരത്തെ പറഞ്ഞതൊക്കെ എത്ര മാത്രം കൊടുത്ത സെമിക്കോളം കൊടുത്താൽ അതിലുള്ള എല്ലാ റെക്കോർഡ്സും പോകും. വേർ അക്കൗണ്ട് നമ്പർ ഈസ് ഈക്വൽ ടു 1003 എന്നുകൂടി പറയുമ്പോൾ ഈ റെക്കോർഡ് മാത്രം ഈ റെക്കോർഡ് മാത്രമാണ് റിമൂവ് ചെയ്യുക. ആ റെക്കോർഡ് കണ്ടീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ 1 മുതൽ 5 വരെയുള്ള എല്ലാ റെക്കോർഡ്സും റിമൂവ് ചെയ്ത് പോകും. ഓക്കെ, a table named student with the fields roll number, name, batch, mark, grade is given. ഓക്കെ, ടേബിളിനകത്ത് റോൾ നമ്പറിൻ്റെ, നെയിമുണ്ട്, ബാച്ചിൻ്റെ, മാർക്കിൻ്റെ, ഗ്രേഡ് ഉണ്ട്. ഈ ചോദ്യങ്ങൾ റൈറ്റ് SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദ ഫോളോവിങ്. 5 മാർക്കിനൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ടു ഡിസ്പ്ലേ ഡീറ്റെയിൽസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ സയൻസ് ബാച്ച്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ ബാച്ച് ഈസ് ഈക്വൽ ടു സയൻസ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് ടേബിളിൽ മുഴുവൻ റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്യും. നമുക്കെല്ലാം വേണ്ട, ബാച്ച് സയൻസ് ഉള്ളത് മാത്രം മതി. അപ്പോൾ ഒരു കണ്ടീഷൻ കൊടുക്കുക, വേർ ബാച്ച് ഈസ് ഈക്വൽ ടു സയൻസ്. അടുത്തത് to display details of students having grade A or A+. To display details of students having grade A or A+. A or A+ ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ മുഴുവൻ റെക്കോർഡ്സും. അപ്പം നമുക്ക് ഗ്രേഡ് A or A+ മതി. സോ വേർ ഗ്രേഡ് ഈസ് ഈക്വൽ ടു A or ഗ്രേഡ് ഈസ് ഈക്വൽ ടു A+. Then to count the number of students in each batch. ഓരോ ബാച്ചിലുള്ള കുട്ടികളുടെ എണ്ണം. അപ്പോൾ ആദ്യ ബാച്ചിൻ്റെ പേര് പറയാം, സെലക്ട് ബാച്ച്, ദെൻ കോമ കൗണ്ട് ഓഫ് സ്റ്റാർ. അതിലെ എണ്ണം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കൗണ്ട് ഓഫ് സ്റ്റാർ. ഫ്രം സ്റ്റുഡൻറ്റ്. ഇത്തരത്തിലുള്ള ക്വറീസ് വന്നാൽ, അതായത് ഒരു ഫംഗ്ഷനും ഒരു ആട്രിബ്യൂട്ടും കൂടി ചേർത്തിട്ട് ഈ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ക്ലോസും കൂടി ഉപയോഗിക്കണം. ഗ്രൂപ്പ് ബൈ ബാച്ച്. ബാച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എണ്ണം കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം അതാണ്, കൗണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് ബാച്ച്. Then to change grade of student to A+ whose roll number is 50. 50 റോൾ നമ്പർ ഉള്ള കുട്ടിയുടെ ഗ്രേഡ് A+ ആക്കണം. അപ്പോൾ അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ്, ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡാണ് അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ്. സെറ്റ് ഗ്രേഡ് ഈസ് ഈക്വൽ ടു A+ ആവുകയാണ് വേണ്ടത്. ഇത്ര മാത്രം കൊടുത്ത സെമിക്കോളം കൊടുത്താൽ എല്ലാ കുട്ടികളുടെ ഗ്രേഡ് A+ ആവും. പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട, റോൾ നമ്പർ 50 ഉള്ള ആളുടെ മാത്രം മതി. അപ്പോൾ വേർ ക്ലോസ് ഉപയോഗിക്കുക, വേർ റോൾ നമ്പർ ഈസ് ഈക്വൽ ടു 50. ഓക്കെ, അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് ഗ്രേഡ് ഈക്വൽ ടു A+, വേർ റോൾ നമ്പർ ഈസ് ഈക്വൽ ടു 50. 5ാമത്തെ ചോദ്യം നോക്കാം. റിമൂവ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻറ്റ് വിത്ത് റോൾ നമ്പർ 10. റോൾ നമ്പർ 10 ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ്, നേരത്തെ പറഞ്ഞത് നോക്കുക, അങ്ങനെ മാത്രം കൊടുത്താൽ എല്ലാ റെക്കോർഡ്സും റിമൂവ് ചെയ്യും. കണ്ടീഷൻ കൊടുക്കുക, വേർ റോൾ നമ്പർ ഈസ് ഈക്വൽ ടു 10. അപ്പോൾ 10 റോൾ നമ്പർ ഉള്ളത് മാത്രം റിമൂവ് ചെയ്യും. Consider the table customer with the fields ID in integer, name worker of 30, DOB date, designation worker of 30, salary DEC of 10,3. എല്ലാം തന്നിട്ടുണ്ട്. ഈ ചോദ്യം റൈറ്റ് SQL query for the following. Display details of all items in the table. അതിലുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുക. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ, സിമ്പിളാണ്, ഒറ്റ സിമ്പിൾ ചോദ്യം. then രണ്ടാമത്തത് ഡിസ്പ്ലേ ID, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഇൻ ദ ഓർഡർ ഓഫ് ദെയർ നെയിം. ID വേണം, നെയിം വേണം, ഡെസിഗ്നേഷൻ വേണം. അപ്പോൾ സെലക്ട് കമാൻഡ് ഉപയോഗിച്ചിട്ട് ആ ഫീൽഡുകളുടെ പേര് പറയാം. ചോദ്യത്തിൽ 12 ഫീൽഡുകളുടെ പേര് ഇവിടെ ഉണ്ട്. ID അതുപോലെ നെയിമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ID, നെയിം, ഡെസിഗ്നേഷൻ ഫ്രം കസ്റ്റമർ, ഓർഡർ ബൈ നെയിം. ഇത് ഓർഡർ ബൈ നെയിം നെയിമിൻ്റെ അടിസ്ഥാനത്തിൽ ആൽഫബറ്റിക് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യാം. ദെൻ നെക്സ്റ്റ് സെലക്ട്, മൂന്നാമത്തെ ചോദ്യം നോക്കിയിട്ട് വരാം. ഡിസ്പ്ലേ ഡീറ്റെയിൽസ് ഓഫ് ഓൾ കസ്റ്റമേഴ്സ് വിത്ത് സാലറി ഗ്രേറ്റർ ദാൻ 25,000. സോ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ. എല്ലാവരും വരും, പക്ഷേ നമുക്ക് എല്ലാവരും വേണ്ട, സാലറി 25,000 മുകളിൽ മാത്രം മതി. അപ്പോൾ കണ്ടീഷൻ അറ്റാച്ച് ചെയ്യുക, വേർ സാലറി ഗ്രേറ്റർ ദാൻ 25,000. Consider the table student with attributes admission number, name, course and percentage. Write SQL statements for the following. Okay, ചോദ്യത്തിലേക്ക് കിടക്കാം, ഓരോന്നിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, ഡിസ്പ്ലേ ഓൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. ഓൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, എല്ലാവരും കിട്ടും. രണ്ടാമത്തെ ചോദ്യം, മോഡിഫൈ ദ കോഴ്സ് കൊമേഴ്സ് ടു സയൻസ്. കൊമേഴ്സ് എന്നുള്ള കോഴ്സ് മാറിയിട്ട് സയൻസ് ആവണം. എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് കോഴ്സ് ഈസ് ഈക്വൽ ടു സയൻസ്. സയൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. വേർ കോഴ്സ് ഈസ് ഈക്വൽ ടു കൊമേഴ്സ്. കൊമേഴ്സ് ഉള്ളത് സയൻസ് ആക്കാം. ഇത്ര ഇല്ലാതെ ഇവിടെ വരെ പത്രം കൊടുക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികളുടെ കോഴ്സും സയൻസ് ആയി പോകും.
നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, കൊമേഴ്സ് ഉള്ളത് സയൻസ് ആയാൽ മതി. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റിമൂവ് ദ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് വിത്ത് പെർസെൻറ്റേജ് ബിലോ 35. നമ്മളിപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് ആയി കാണുന്നു. ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ്, അങ്ങനെ വരുമ്പോൾ എല്ലാതും പോകും. നമ്മൾ കണ്ടീഷൻ വയ്ക്കുക വേർ പെർസെൻറ്റേജ് ലെസ് ദാൻ 35. ഇനിയുള്ളത് ഒരു പുതുമുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രിയേറ്റ് എ വ്യൂ ഫ്രം ദ എബൌട്ട് ടേബിൾ വിത്ത് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 90. 90 കൂടുതൽ പെർസെൻറ്റേജ് ഉള്ള ആളുകളുടെ മാത്രം ഡീറ്റെയിൽസ് കിട്ടുന്ന ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുക. വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ടേബിളാണ്. വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ക്രിയേറ്റ് വ്യൂ. എൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ്? ക്രിയേറ്റ് വ്യൂ, ആ വ്യൂവിൻ്റെ പേര് കൊടുക്കുക ഔട്ട്സ്റ്റാൻഡിങ് ആസ്. ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് റെക്കോർഡ്സ് അത് കൂടെ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള പേരിലൊരു ടേബിൾ, ഒരു വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ വ്യൂവിനകത്ത് വരുന്ന ഡേറ്റാസ് സ്റ്റുഡൻറ്റ് ടേബിളിൽ 90 കൂടുതൽ പെർസെൻറ്റേജ് ഉള്ള ആളുകളുടെ വിവരങ്ങൾ മാത്രമാണ്. ഓക്കെ, അതിനാണ് വ്യൂ എന്ന് നമ്മൾ പറയുന്നത്. വേറൊരു ക്വസ്റ്റ്യനിൽ വിശദമായിട്ട് വേറെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ടേബിളാണ് തന്നിരിക്കുന്നത്. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റുഡൻറ്റ് ടേബിൾ. അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്, ടോട്ടൽ. അതിനകത്ത് 5-6 റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്. ദെൻ ഡിസ്പ്ലേ ഓൾ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ്. ഒന്നാമത്തെ ചോദ്യം ഡിസ്പ്ലേ ഓൾ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. രണ്ടാമത്തെ ചോദ്യം ഡിസ്പ്ലേ ഡീറ്റെയിൽസ് ഓഫ് കൊമേഴ്സ് സ്റ്റുഡൻസ്. കൊമേഴ്സ് സ്റ്റുഡൻസ്, അപ്പോൾ കൊമേഴ്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എവിടെയാണ്? ഈ ബാച്ച് എന്ന് പറഞ്ഞ ഫീൽഡിൽ നിന്നാണ്. അതിനാണ് ഇത് തന്നിരിക്കുന്നത്. അതിനകത്ത് കൊമേഴ്സ് ഉണ്ട്. അപ്പം സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ ബാച്ച് ഈസ് ഈക്വൽ ടു കൊമേഴ്സ്. ബാച്ച് കൊമേഴ്സ് ഉള്ളത് മാത്രം തിരഞ്ഞെടുക്കാം. മൂന്നാമത്തെ ചോദ്യം ഡിസ്പ്ലേ നെയിം ഓഫ് സ്റ്റുഡൻസ് ഹൂസ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 400. ടോട്ടൽ എന്നൊരു ഫീൽഡ് ഉണ്ട്, അത് 400 കൂടുതലുള്ളത് മാത്രം. സെലക്ട് നെയിം ഫ്രം, നെയിം മാത്രം മതി. അപ്പോൾ നെയിം ഇവിടെ ഈ ഫീൽഡിലുള്ളത്. സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻറ്റ് വേർ ടോട്ടൽ ഗ്രേറ്റർ ദാൻ 400. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ഡിസ്പ്ലേ ദ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് വിത്ത് ഹയസ്റ്റ് ടോട്ടൽ. അപ്പോൾ ഇതിലുള്ള ഏറ്റവും ഉയർന്ന ടോട്ടൽ മാർക്ക് ആദ്യം കണ്ടെത്തണം. ടോട്ടൽ മാർക്കിൽ ഏറ്റവും ഉയർന്ന വാല്യൂ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ നോക്കുന്നത് 450 ആണ്. എന്നിട്ട് ആ 450 മാർക്കുള്ള ആളുടെ പേര് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, ഇവിടെ ടോട്ടൽ മാർക്കിൻ്റെ ഹയസ്റ്റ് വാല്യൂ കണ്ടിരിക്കാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് സെലക്ട് മാക്സ് ഓഫ് ടോട്ടൽ ഫ്രം സ്റ്റുഡൻറ്റ്. സെലക്ട് മാക്സ് ഓഫ് ടോട്ടൽ ഫ്രം സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് ഏറ്റവും ഉയർന്ന ടോട്ടൽ മാർക്ക് കണ്ടെത്തി. എന്നിട്ട് ആ മാർക്കുള്ള ആളുടെ പേര് ഡിസ്പ്ലേ ചെയ്യണം. അതിനാണ് രണ്ടാമത്തെ കാര്യം. ഇത് നെക്സ്റ്റ് ഡിഗ്രി എന്ന് പറയും. സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻറ്റ് വേർ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് മാർക്ക് ഇൻ ദ ടേബിൾ. ദെൻ നാലാമത്തെ ചോദ്യം ഡിസ്പ്ലേ ദ നെയിം ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഈച്ച് ബാച്ച്. ഓരോ ബാച്ചിലുള്ള കുട്ടികളുടെ ആൽഫബറ്റിക് ഓർഡറിൽ പേര് ഡിസ്പ്ലേ ചെയ്ത് ബാച്ചും കൂടി വേണം. സെലക്ട് ബാച്ച് കോമ നെയിം ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ ബാച്ച്. ഓർഡർ ബൈ ബാച്ച് കോമ നെയിം. ആദ്യം ബാച്ചും പിന്നെ നെയിമും വൈസിൽ സോർട്ട് ചെയ്യണം. അടുത്ത ചോദ്യം നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റുഡൻറ്റ് ടേബിൾ. അഡ്മിഷൻ നമ്പർ, സ്റ്റുഡൻറ്റ് നെയിം, ഏജ് 3001, LN ആൻഡ് 18. ഇനി രണ്ട് ചോദ്യങ്ങളാണ്. റൈറ്റ് ദ SQL കമാൻഡ് ടു ക്രിയേറ്റ് ദ ടേബിൾ വിത്ത് സ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ്. ഈ ടേബിൾ ഉണ്ടാക്കാനുള്ള കമാൻഡ്. അഡ്മിഷൻ നമ്പർ, സ്റ്റുഡൻറ്റ് നെയിം, ഏജ്, അങ്ങനെ 3 ഫീൽഡ്. പിന്നെ റൈറ്റ് SQL കമാൻഡ് ടു ഇൻസേർട്ട് ദ ഗിവൺ റോ ഇൻ ടു ദ ടേബിൾ. ഒരു ക്രിയേറ്റ് ടേബിൾ കമാൻഡ്, ഒരു ഇൻസേർട്ട് കമാൻഡുമാണ് വേണ്ടത്. നോക്കാം. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്. അഡ്മിഷൻ നമ്പർ ആണ് ആദ്യത്തെ ഫീൽഡ്. അഡ്മിഷൻ നമ്പർ INT, നെയിം വർക്കർ ഓഫ് 30. നെയിം എന്നല്ല വേണ്ടത്, ഇവിടെ സ്റ്റുഡൻറ്റ് നെയിം എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്ത് മാറിപ്പോയതാണ്. അതൊരു അഡ്മിഷൻ നമ്പറൊക്കെ ഇതേ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ഉപയോഗിക്കാം. അഡ്മിഷൻ നമ്പർ എന്ന് അതേപോലെ തന്നെ ഉപയോഗിക്കുക. ഇവിടെ സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ളത് അതേപോലെ തന്നെ ഉപയോഗിക്കാം. ദെൻ ഏജ് INT ബ്രാക്കറ്റ് ക്ലോസ് സെമിക്കോളൻ. ഇനി ഇൻസേർട്ട് ചെയ്യാനുള്ള കമാൻഡാണ് ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് വാല്യൂസ്. ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഇൻസേർട്ട് ഇൻ ടു ആ ടേബിളിൻ്റെ പേര്, ദെൻ വാല്യൂസ്. ഓരോ വാല്യൂസ് കൊടുക്കുക. ആദ്യത്തെ ഫീൽഡ് അഡ്മിഷൻ നമ്പറാണ്, അതിൻ്റെ വാല്യൂ ആദ്യം കൊടുക്കുക 3001, കോമ. രണ്ടാമത്തത് പേരാണ്, സിംഗിൾ കോഡ്സ് കൊടുക്കണം. ന്യൂമറിക് ഫീൽഡുകൾ മാത്രമാണ് നേരെ കൊടുക്കാൻ പാടുള്ളൂ. സ്ട്രിങ്, അതുപോലെ ക്യാരക്ടർ, പിന്നെ വർക്കാർ, അതുപോലെ പിന്നെ ഡേറ്റ്, ടൈം, ഇതൊക്കെയാണെങ്കിൽ സിംഗിൾ കോഡ്സിലാണ് വാല്യൂ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടെ സിംഗിൾ കോഡ്സ് ഇട്ടത്. ദെൻ 18 ഏജ്. റൈറ്റ് SQL കമാൻഡ്സ് ടു ഡു ദ ഫോളോവിങ്. ഇനി പറയുന്ന കാര്യങ്ങൾക്കുള്ള SQL കമാൻഡാണ്. അടുത്ത ചോദ്യം ക്രിയേറ്റ് എ ടേബിൾ ടു സ്റ്റോർ ക്ലാസ് നമ്പർ, നെയിം ആൻഡ് മാർക്ക് ഇൻ 3 ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. ക്ലാസ് നമ്പർ വേണം, നെയിം വേണം, 3 സബ്ജക്റ്റിലെ മാർക്ക് സ്റ്റോർ ചെയ്യണം. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്, ക്ലാസ് നമ്പർ INT, നെയിം വർക്കർ ഓഫ് 30, മാർക്ക് 1 INT, മാർക്ക് 2 INT, മാർക്ക് 3 INT. അവസാനത്തതിന് കോമൺ ഉണ്ടാവില്ലെന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേ ഓൾ നെയിംസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ നെയിം. സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ പേരുകൾ മാത്രമേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ക്ലാസ് നമ്പർ ഉണ്ടാവും, നെയിം ഉണ്ടാവും, മാർക്ക് ഉണ്ടാവും, മാർക്ക് 2, മാർക്ക് 3 ഒക്കെ ഉണ്ടാവും. ആഡ് എ ന്യൂ ടെക്സ്റ്റ് ഫീൽഡ് പ്ലേസ് വിത്തിൻ ദ ടേബിൾ. ഇതിലേക്ക് പ്ലേസ് എன்ற ഫീൽഡ് ആഡ് ചെയ്യുക. ആൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ആഡ് പ്ലേസ് വർക്കർ ഓഫ് 50. നേരത്തെ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ആൾട്ടർ ടേബിളിൽ കണ്ടിട്ടുണ്ട്. റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ഇൻസേർട്ട് ഇൻറ്റു. ഇൻസേർട്ട് ഇൻറ്റു സിൻടാക്സ് 2 ഉണ്ട്. ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം വാല്യൂസ്, ബ്രാക്കറ്റിൽ ഓരോ വാല്യൂസ് ആയിട്ട് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. അല്ലെങ്കിൽ ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം, അതിൻ്റെ ഫീൽഡുകളുടെ പേര് പറയുക. ഏതൊക്കെ ഫീൽഡിലേക്കാണ് ഡാറ്റ ചെയ്യേണ്ടത് ആ ഫീൽഡുകളുടെ പേരുകൾ ബ്രാക്കറ്റിൽ പറയുക. എന്നിട്ട് വാല്യൂസ് ക്ലോസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ വാല്യൂസ് പറയും.
Distinguish between where and having clause in SQL. Where clause is used in select command to select a rows that matches a condition. ഒരു ടേബിളിൽ നിന്ന് ഡാറ്റ എടുക്കുന്ന സമയത്ത് ഏതൊക്കെ റോസിലെ ഡാറ്റയാണ് എടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് where clause. Having clause is also used in select command with group by clause. Having clause പ്രത്യേകത അത് വെറുതെ ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഗ്രൂപ്പ് ബൈ ഉണ്ടെങ്കിൽ മാത്രമേ having ഉപയോഗിക്കാൻ പാടുള്ളൂ. To select those groups satisfying a condition. ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എടുക്കുക. അപ്പോൾ രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ മാർക്ക് ലെസ് ഗ്രേറ്റർ ദാൻ 30 എന്ന് പറയുമ്പോൾ മാർക്ക് 30 കൂടുതലുള്ള എല്ലാ കുട്ടികളുടെ വിവരങ്ങൾ ഡിസ്പ്ലേ ചെയ്യും. രണ്ടാമത്തത് സെലക്ട് ക്ലാസ് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ് ബൈ ക്ലാസ്. ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കും. നേരത്തെ നമ്മളൊരു ബാച്ചിലെ കുട്ടികളെ കണ്ടുപിടിക്കുന്ന കമാൻഡ് ചെയ്തിരുന്നു, ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം. എന്നിട്ട് ഹാവിങ് കൗണ്ട് ഓഫ് സ്റ്റാർ ഗ്രേറ്റർ ദാൻ 30 ഏത് ഡിസ്പ്ലേ ചെയ്യുള്ളൂ? ഈ കൗണ്ട് ഓഫ് സ്റ്റാറിൻ്റെ വാല്യൂ നോക്കിയിട്ട് അത് 30 കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു ക്ലാസ് 25 കുട്ടികളാണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ പേര് ലിസ്റ്റിൽ വരില്ല. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് ദ ക്ലോസ് യൂസ്ഡ് ഇൻ സെലക്ട് കമാൻഡ് ടു സോർട്ട് ദ റോസ് ഇൻ ടേബിൾ ബേസ്ഡ് ഓൺ കോളം വാല്യൂസ്. ഓർഡർ ബൈ ആണ് ആൻസർ. ലിസ്റ്റ് എനി ഫോർ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഇൻ SQL. ഏതെങ്കിലും അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് 4 5 പഠിക്കാനുള്ളത്, 4 എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, 5 കൂടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സം ടു ഫൈൻഡ് സം ഓഫ് വാല്യൂസ്, AVG to find average, max to find the maximum or highest value, min to find the minimum or smallest value, then count to count the number of rows in a table. Write various aggregate functions in SQL with their use. Aggregate functions ഉപയോഗം വെച്ചിട്ട് എഴുതണം. Sum to find sum of values in a field. ഒരു എക്സാമ്പിൾ ആണ് select sum of amount from sales. അപ്പോൾ സെയിൽസ് എന്ന ടേബിളിൽ എമൗണ്ട് എന്ന് പറഞ്ഞ കോളത്തിനെ മൊത്തം അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് എൻ്റെ ഡിസ്പ്ലേ ആൻസർ തരും. AVG to find average values in a field. Select AVG of mark from student. സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൽ മാർക്ക് എന്ന് പറഞ്ഞ ഫീൽഡ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ച് തരും. മാക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഏറ്റവും ഉയർന്ന ഹൈറ്റ് കാണണമെങ്കിൽ സെലക്ട് മാക്സ് ഓഫ് ഹൈറ്റ് എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് കൊടുക്കാം. അതുപോലെ മാക്സ് പോലെ ഏറ്റവും ചെറുത് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മിനിമം. സെലക്ട് മിൻ ഓഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റിൽ ഏറ്റവും കുറഞ്ഞ ഇൻകമുള്ള ആളുകളുടെ ഇൻകം ആളല്ല, ഇൻകം ആണ് കിട്ടുക. കൗണ്ട് ടു കൗണ്ട് നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ. സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് മാത്രം കൊടുത്താൽ എത്ര റെക്കോർഡ്സ് സ്റ്റുഡൻറ്റ് ടേബിൾ ഉണ്ടെന്ന് അറിയാം. ഇവിടെ നമ്മൾ കണ്ടീഷനിൽ കൊടുത്തിട്ടുണ്ട് വേർ മാർക്ക് ഗ്രേറ്റർ 30. ഇപ്പോൾ 30 കൂടുതൽ മാർക്കുള്ള എത്ര ആളുണ്ട് അത് നമുക്കറിയാനായിട്ട് പറ്റും. അപ്പോൾ എണ്ണം കണ്ടുപിടിക്കാനാണ് കൗണ്ട് ഓഫ് സ്റ്റാർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഹൗ ക്യാൻ വി ചെക്ക് ദ സ്ട്രക്ചർ ഓഫ് എ SQL ടേബിൾ. ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ചെക്ക് ചെയ്യാം? അതിന് ഉപയോഗിക്കുന്ന 2 കമാൻഡ് ഉണ്ട്. ഡിസ്ക്രൈബ് ആ ടേബിളിൻ്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് DESC ആ ടേബിളിൻ്റെ പേര് കൊടുക്കാം. ഇൻ SQL the rule enforced on data entered into a column of a table are known as dash. Constraints എന്ന് പറയും. കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ കോളത്തിലായതുകൊണ്ട് കോളം കൺസ്ട്രെയിൻ്റ് എന്നും പറയാം. Define constraints in SQL. List any 4 constraints. Compare column constraint and table constraint. A constraint is a rule used to validate or check values entered into a field or table. ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ടേബിളിലേക്ക് വാല്യൂസ് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ജെന്യുവിനെസ്, അതിൻ്റെ ഒരു റിയാലിറ്റി ചെക്ക് ചെയ്യാൻ, അത് റിയലായിട്ട് ഉണ്ടാകേണ്ട ഡാറ്റയാണോ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന കൺസ്ട്രെയിൻറ്റ്. DBMS will not accept values that violate these rules. ഈ റൂൾസ് വയലേറ്റ് ചെയ്യുന്ന ഡാറ്റ DBMS അക്സെപ്റ്റ് ചെയ്യില്ല. ഇതുവഴിയാണ് ഡാറ്റാബേസിൽ DBMSൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ കൺസ്ട്രെയിൻസ് നോക്കാം. ഒന്ന് നോട്ട് നൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിനകത്തൊരു വാല്യൂ വേണം എന്നുള്ളത് നിർബന്ധമായിരിക്കും. വാല്യൂ ഇല്ലാതെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെയിം നിർബന്ധമാണല്ലോ. ഒരു കുട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തായാലും പേര് വേണം. വേറെ എന്തില്ലെങ്കിലും പേരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പേര് നിർബന്ധമായിട്ടുണ്ടാവണം. അപ്പോൾ അത് നോട്ട് നൾ ആവണം. അപ്പോൾ നമുക്ക് ആ ഫീൽഡിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. നെയിം വേർക്കാർ 50 നോട്ട് നൾ. ഇതൊരു കോളം കൺസ്ട്രെയിൻ്റ് ആണ്. ഓക്കെ, പ്രൈമറി കീ. നമ്മൾ നേരത്തെ പ്രൈമറി കീനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാൻഡിഡേറ്റ് കീയിൽ ഒരെണ്ണം TBA സെലക്ട് ചെയ്യും, അതാണ് പ്രൈമറി കീ. അപ്പോൾ പ്രൈമറി കീ എന്ന് പറയുന്ന ഈ ഒരു കൺസ്ട്രെയിൻറ്റ് ഒരു ടേബിളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇറ്റ് ഡിഫൈൻസ് ദ ഫീൽഡ് ആസ് പ്രൈമറി കീ ഫോർ ദ ടേബിൾ. ടേബിളിനെ ഒരു ഫീൽഡിനെ പ്രൈമറി കീ ആയിട്ട് ഡിഫൈൻ ചെയ്യും. അങ്ങനത്തെ ഒരെണ്ണം മാത്രമേ ഒരു ഫീൽഡ് ഉണ്ടാവുള്ളൂ. പ്രൈമറി കീൻ്റെ പ്രത്യേകത അത് നൾ ആവാൻ പാടില്ല, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ പാടില്ല. ഒരു ഉദാഹരണത്തിന് അഡ്മിഷൻ നമ്പർ INT പ്രൈമറി കീ. യുണീക്ക്, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് നോ 2 rows will have the same value for this field. മീൻസ് സിംപ്ലി അതിന് ഡ്യൂപ്ലിക്കേറ്റ് വരാൻ പാടില്ല എന്നർത്ഥം. രജിസ്റ്റർ നമ്പർ INT യുണീക്ക്. അപ്പോൾ രജിസ്റ്റർ നമ്പറിൽ ഒരു വാല്യൂ ഒരിക്കൽ വന്നാൽ പിന്നെ അതേ വാല്യൂ റിപ്പീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഓട്ടോ ഇൻക്രിമെൻറ്റ്, ഓട്ടോയിന് അണ്ടർസ്കോർ ഉണ്ട്, ശ്രദ്ധിക്കുക. ഓട്ടോ ഇൻക്രിമെൻറ്റ്, ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ് വിത്ത് പ്രൈമറി കീ ഫീൽഡ്. അത് പ്രൈമറി കീ ഫീൽഡിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് ദ ആട്രിബ്യൂട്ട് ബൈ 1. അതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ അഡ്മിഷൻ നമ്പറിന് പ്രത്യേകിച്ച് ഓരോ പുതിയ കുട്ടി അഡ്മിഷൻ നേടുമ്പോഴും
അടുത്തടുത്ത അഡ്മിഷൻ നമ്പർ ഇങ്ങനെ മാറി മാറി വരും. 1000, 1001, 1002. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡാറ്റാബേസിൽ അതിനെ ഓട്ടോ ഇൻക്രിമെൻറ്റ് ഡിഫൈൻ ചെയ്താൽ 1000 കഴിഞ്ഞ് അടുത്ത റെക്കോർഡ് ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 1001 വരും. ഡിഫോൾട്ട് ഇറ്റ് സെറ്റ്സ് എ ഡിഫോൾട്ട് ഓർ ഇനീഷ്യൽ വാല്യൂ ഫോർ എ ഫീൽഡ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിൽ ഒരു ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യാം ഒരു ഫീൽഡിന്. ജെൻഡർ ക്യാരക്ടർ ഡിഫോൾട്ട് ചെയ്യാം. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്ന ഈ ഫീൽഡിന് ഡിഫോൾട്ടായിട്ട് വരുന്ന വാല്യൂ എം ആണ്. അപ്പോൾ എഫ് ആണെങ്കിൽ മാത്രം മാറ്റി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, എം അവിടെ കിടന്നു. ദെൻ ഇനി രണ്ടാമത്തെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കമ്പയർ കോളം കൺസ്ട്രെയിൻറ്റ് ആൻഡ് ടേബിൾ കൺസ്ട്രെയിൻറ്റ്. കോളം കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മുകളിൽ ഡിസ്കസ് ചെയ്തൊക്കെ കോളം കൺസ്ട്രെയിൻറ്റ് ആണ്. കോളം കൺസ്ട്രെയിൻറ്റ്സ് ആർ അപ്ലിക്കബിൾ ടു എ ഫീൽഡ് ഓൺലി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡാറ്റ ടൈപ്പ് ഓഫ് ദ ഫീൽഡ്. ഫീൽഡിൻ്റെ ഡാറ്റ ടൈപ്പ് കഴിഞ്ഞാൽ അപ്പോൾ ഡിഫൈൻ ചെയ്യും. ഇതാണ് ഫീൽഡിൻ്റെ ഡാറ്റ ടൈപ്പ്. അത് കഴിഞ്ഞാൽ ഉടനെ ആ കൺസ്ട്രെയിൻറ്റ് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ടേബിൾ കൺസ്ട്രെയിൻറ്റ് ഈസ് ദ വൺ വിച്ച് ഈസ് അപ്ലിക്കബിൾ ടു എ സെറ്റ് ഓഫ് ഫീൽഡ്സ്. ഒരുപാട് ഫീൽഡുകൾക്ക് ഒന്നിച്ച് അപ്ലിക്കബിൾ ആവുന്നൊരു കൺസ്ട്രെയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് ടേബിൾ കൺസ്ട്രെയിൻറ്റ്. അത് ടേബിളിൻ്റെ എന്തിലാണ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ ഒരു ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്, ക്ലാസ് വർക്കാർ ഓഫ് 5, റോൾ നമ്പർ 80, നെയിം വർക്കാർ 50, നോട്ട് നൾ എന്ന് പറയുന്നത് കോളം കൺസ്ട്രെയിൻ്റ് ആണ്. മാക്സിമം മാർക്ക് INT, മാർക്ക് സ്കോഡ് INT, പ്രൈമറി കീ ക്ലാസ് കോമ റോൾ നമ്പർ. ഇതിൻ്റെ പ്രൈമറി കീ ആയിട്ട് ഒറ്റ ആട്രിബ്യൂട്ട് അല്ല, ക്ലാസ് മാത്രമായിട്ട് പ്രൈമറി കീ ആക്കാൻ പറ്റില്ല, റോൾ നമ്പർ മാത്രമായിട്ട് പ്രൈമറി കീ ആക്കാൻ പറ്റില്ല. രണ്ടും കൂടി കോമ്പിനേഷനാണ്, ക്ലാസിൻ്റെ റോൾ നമ്പറിൻ്റെ കൂടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക. പ്രൈമറി കീ ബ്രാക്കറ്റിൽ ക്ലാസ് കോമ റോൾ നമ്പർ. സോ ദിസ് കൺസ്ട്രെയിൻറ്റ് ഈസ് അപ്ലിക്കബിൾ ടു എ സെറ്റ് ഓഫ് 2 ആട്രിബ്യൂട്ട്സ്. 2 ആട്രിബ്യൂട്ട് സെറ്റിനാണ്. അങ്ങനത്തെ തന്നെ വിളിക്കുന്ന പേരാണ് ടേബിൾ കൺസ്ട്രെയിൻറ്റ്. അത് ടേബിളിൻ്റെ എൻഡിലാണ് സാധാരണ ഡിഫൈൻ ചെയ്യുക. ദെൻ വാട്ട് ഈസ് എ വ്യൂ ഇൻ SQL? റൈറ്റ് ദ സിൻടാക്സ് ഓഫ് വ്യൂ. എ വ്യൂ ഈസ് എ വിർച്വൽ ടേബിൾ. വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വിർച്വൽ ടേബിളാണ്. ഇറ്റ് ടേക്സ് ഡാറ്റ ഫ്രം അനദർ ടേബിൾ കോൾഡ് ബേസ് ടേബിൾ. വേറൊരു ടേബിളിൽ നിന്ന് ഡാറ്റ എടുക്കുക, അതിനെ ബേസ് ടേബിൾ എന്ന് പറയും. വ്യൂസ് ആർ ജസ്റ്റ് ലൈക്ക് വിൻഡോസ് ത്രൂ വിച്ച് യു ക്യാൻ സീ ഓൺലി എ പോർഷൻ ഓഫ് ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ് ടേബിൾ. ഒരു വ്യൂവിലൂടെ ഡാറ്റാബേസിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ കാണാൻ കഴിയുള്ളൂ. നമുക്കൊരു വ്യൂ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ക്രിയേറ്റ് വ്യൂ സയൻസ്. ഇവിടെ സെമിക്കോളൻ പാടില്ല, അത് അറിയപ്പെട്ട പോയതാണ്. ക്രിയേറ്റ് വ്യൂ സയൻസ് ആസ് സെലക്ട് ക്ലാസ് കോമ റോൾ നമ്പർ കോമ നെയിം കോമ DOB ഫ്രം സ്റ്റുഡൻറ്റ് വേർ ബാച്ച് ഈസ് ഈക്വൽ ടു സയൻസ്. അപ്പോൾ ഈ സയൻസ് എന്ന് പറഞ്ഞ വ്യൂവിൽ വരാൻ പോകുന്നത് ഈ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ടേബിളിലെ ക്ലാസ്, റോൾ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്. അതും ആരുടെ മാത്രം? ബാച്ച് സയൻസ് ആയിട്ടുള്ള കുട്ടികളുടെ മാത്രം. ഹിയർ സ്റ്റുഡൻറ്റ് ഈസ് ദ ബേസ് ടേബിൾ ആൻഡ് സയൻസ് ഈസ് ദ വ്യൂ. ഇവിടെ സ്റ്റുഡൻറ്റ് ബേസ് ടേബിളും സയൻസ് വ്യൂവുമാണ്. ഓക്കെ, റൈറ്റ് ദ കമാൻഡ് യൂസർ ടു റിമൂവ് എ വ്യൂ. ഒരു വ്യൂ റിമൂവ് ചെയ്യാൻ എന്താണ് കമാൻഡ് എന്നുള്ളതാണ്. ഡ്രോപ്പ് എന്നുള്ള കമാൻഡാണ് ഉപയോഗിക്കുന്നത്. ഡ്രോപ്പ് വ്യൂ, വ്യൂ നെയിം. അതുപോലെ തന്നെ ടേബിൾ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഡ്രോപ്പ് ടേബിളാണ്. ടേബിളിൻ്റെ പേര്.